ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ദ ടൊമാറ്റോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നത് ചിക്കൻ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് പൊരിച്ചെടുക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തത് ഒരു 1/2 kg ചിക്കനാണ്. ക്ലീൻ ചെയ്തിട്ട് ചെറിയ പീസായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പേസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയുടെ പകുതിയാണ്, ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ പകുതി തക്കാളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണ് ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ കുരു ഒഴിവാക്കിയിട്ട് നമുക്കൊരു 1/2 സ്പൂണ് ചെറുനാരങ്ങ നീര് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്. അതുപോലെ നമുക്കൊരു കുരുമുളക് പൊടിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒക്കെ നന്നായിട്ട് ചിക്കനിൽ മിക്സ് ആവണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട നമുക്ക് ഫുള്ളായിട്ട് തന്നെ എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ വരെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ മസാല ഒക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോ പീസായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഏകദേശം ഒന്ന് ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾ എന്ന ബട്ടൺ കൂടെ കാണാവുന്നതാണ്. ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് 2 സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തക്കാളി അതുപോലെ എഗ്ഗൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അങ്ങനെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ മസാലയിലുള്ള എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ എടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്